മാത്രം നോക്കണേ ഞാൻ ലെറ്റ്സ് പ്ലേ ചെയ്യണേ. നോക്കണമെന്നില്ല, ഞാൻ ആദ്യമായിട്ട് റോഡൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ റോഡ് ഇവിടെ ഇവിടെ ആയിട്ട് ഗ്ലാസ് ഇട്ടു. ഇവിടെ നോക്കണമെങ്കിൽ എൻ്റെ ജസ്റ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ക്രാഫ്റ്റിനോട് അവിടെ ഫർണസ് ഉണ്ട്, അവിടെ ബെഡും ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഈ പുല്ല് അരച്ചുകൊണ്ട് നമുക്ക് എന്താ പറയുക അതിൻ്റെ ആ സീഡുകൾ പറിച്ചുകൊണ്ട് ഫാം ഉണ്ടാക്കണം. പിന്നെ കുറച്ച് മൈനിങ് പോകുമ്പോൾ തന്നെയാണ്. പിന്നെ കാര്യമായിട്ട് വേറത്തില്ല കേട്ടോ. നമ്മൾ ലെറ്റ്സ് പ്ലേൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടത്. ഇനി ഇത് എത്ര എടുക്കും ഇപ്പോൾ ഈ എപ്പിസോഡ് മാത്രം ഒന്നും അറിയില്ല ഗൈസ്. എന്നാലും ഗൈസ് ഞാൻ കുറച്ച് ചാർക്കോൾ ഉണ്ടാക്കി അതുകൊണ്ട് ഇതൊന്ന് ഉണ്ടാകട്ടെ. എന്താ പറയുക, ഒരു മട്ടന് ഉണ്ടാവും അവിടെ ഉണ്ടാവട്ടെ. നമുക്കൊരു ഷവലല്ലേ ടോർച്ച് ഉണ്ടാക്കണം. ടോർച്ച് ഉണ്ടാക്കാൻ നമ്മളിതില്ല. നമ്മളിതുണ്ട് ഗൈസ്. എന്താ ലോഗുണ്ട്. നമുക്ക് ലോഗ് കൊണ്ട് വെച്ചാൽ ഇവിടെ പ്ലാങ്ക് ഉണ്ടാക്കാം. ഞാൻ പ്ലാങ്ക് ഉണ്ടാക്കിയാണ്. നമുക്ക് ഇതുകൊണ്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. അതിനോട് നമുക്ക് ടോർച്ച് ഉണ്ടാക്കാം. നമുക്ക് കുറച്ചുകൂടി 32 ഉണ്ടാക്കണം. നമുക്ക് ഇനി ഇത് വീട്ടിലൊക്കെ വെക്കാം, പുറത്തും വെക്കാം. ഇപ്പം നമുക്ക് എടുത്തക്കാളെ ഇതായോ കുക്കർ മട്ടൻ ആയിട്ടോ. മട്ടൻ എന്തായാലും നമുക്ക് മട്ടൻ ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാം. നമുക്ക് ഇനി കുറച്ചും കൂടി ചാർക്കോൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഇതിങ്ങനെ ഓർക്കാം. നമുക്കിങ്ങനെ സീഡ് കിട്ടും. നമുക്ക് ഈ സീഡ് കൊണ്ടാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇത് 10 സീഡാണ്. ഇപ്പോൾ 10 ഇവിടെ വെയിറ്റാണ് അത്ര എൻ്റെ കൂട്ട് തന്നെ. ഇറ്റയുടെ ഫീഡാണ് ഞാൻ ഫീഡാക്കിയാലോ. അങ്ങനെ എടുക്കുക ഫീഡ്. ഐറ്റങ്ങൾ നോക്കണ്ട കേസ്. ഐറ്റങ്ങൾ നമുക്ക് ഐസിന് ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. ഷവലല്ലേ വേണ്ടി? ഷവലാണ് പോവാണ്. ഷവലാണ് നമുക്കറിയില്ല, ഓർമ്മയിട്ടില്ല. നോക്കുകയാണെങ്കിൽ ഷവലില്ല. ഷവലില്ല. ഷവൽ ഉണ്ടാക്കാൻ അതിന് എന്തെങ്കിലും അതില്ല. അതുകൊണ്ട് കുറച്ച് ഇത് ഷവൽ ഉണ്ടാക്കിയാണ്. ഷവൽ കൊണ്ടല്ല ഈസ് ഹോ എന്നാണ്. ഹോ നമ്മൾ കൊടുത്ത് ഹോ ഉണ്ടാക്കിയിട്ട് ഗൈസ് ഹോ അങ്ങനെ നമുക്ക് വടക്കായി ഹോ കൊണ്ടതില്ല. അതിൽ നമ്മൾ 10 ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇത് വെക്കാം. വീട്ടിൻ്റെ സൈഡ് നമുക്ക് സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മൈനിങ് അതൊക്കെ പോകാം കേട്ടോ. ഇവിടെ കൂടി വെക്കാണ്ട് പഴക്കത്തില്ല. എന്തായാലും നമ്മൾ ഫാം അവിടെ സെറ്റായാണ്. ഇനി നമുക്ക് കുറച്ച് അയാമെല്ലാം കിട്ടുമോ വോയിസ്. ഇവിടെ വലിയൊരു ക്യാബ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ ഗൈസ്. വലിയൊരു ക്യാബാണ്. നമുക്ക് ഈ ക്യാബൊക്കെ ഇറങ്ങാൻ നോക്കിയ പണി വാളും, കാരണം ഇറങ്ങാനില്ല. പക്ഷെ ഇറങ്ങി നമുക്ക് വേറെ ഇത് കിട്ടാൻ സാധ്യതയുണ്ട്, ഡയമണ്ടും സാധനങ്ങളൊക്കെ. പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നമുക്ക് ഈ സൈഡിലൂടെ കഴിയട്ടെ. അവിടെ ക്യാബ് ഉണ്ട് കേട്ടോ. ക്യാബൊക്കെ ഇറങ്ങണം വേണ്ട. നമ്മൾ എന്തായാലും അവിടുത്തെ ക്യാബൊക്കെ മുമ്പാന്ന് ഇറങ്ങണം. നമ്മൾ ആവശ്യത്തിന്
ഇവിടെ ഉണ്ടാവും ഈ സൈഡിലുണ്ടാവുന്ന അയാളുണ്ടോ നോക്കട്ടെ. അയാളൊന്നും കാണില്ല ഗൈസ്. ഞാൻ എന്തായാലും ഏസിന് കോള് കണ്ടെടുക്കാണ്. കോളോണ്ട് നമുക്ക് ഗൈസ് ടോർച്ച് ഉണ്ടാക്കാം. കോളോണ്ട് കുറേ ആവശ്യങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. അങ്ങോട്ട് നോക്കൊക്കെ ആവാം. ഇന്നത്തെ കാട്ടായില്ല ഗൈസ്. നമുക്ക് ഈ ക്യാബിൻ്റെ ഉള്ളിൽ പോയാലോ? നമുക്ക് ഈ ക്യാബിൻ്റെ ഉള്ളിൽ പോവാം. വേറെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ ആ വലിയ കിഴക്കത്താണെങ്കിൽ ഗൈസ് നമ്മൾ മൈൻഡ് പോകുന്നില്ല. ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോവുകയാണ്. ഇറങ്ങിപ്പോലെ ഞാൻ നേരെ അവിടെ പോരും. എന്താ വെച്ചാൽ ആണല്ലേ ഇവിടെ ക്യാബാണ്, വഴിയില്ല. നമുക്കതെല്ലാം സ്നറക്ക് പോവാം. അതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇവിടെ അവിടെ നല്ല ക്യാബില്ല, വലിയൊരു ക്യാബാണ്. അവിടെ വലിയ ക്യാബ് പോകാൻ കുറച്ച് പണിയാണ്. കാരണം ഇവിടുന്ന് ചാട്ടാടാ വിചാരിച്ചാൽ അത്താവും. അതുകൊണ്ട് ഗൈസ് കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. നമുക്കെന്തായാലും ഗൈസ് നമുക്ക് താഴത്ത് ഒരു ഇതുണ്ടാക്കാം. ഇവിടെ ഒരു ഷെഡ് ഉണ്ടാക്കാം. ഇവിടെ വേണ്ട, നമുക്ക് അവിടെ ആയിട്ടുണ്ടാക്കാം കേട്ടോ. ഇങ്ങോട്ട് കുറച്ച് മൈനിങ് തുടങ്ങിയിട്ട് അവിടെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കാണ്. എന്നാലും ഗൈസ് ഞാനതൊക്കെ ഉണ്ടാക്കി കുറച്ചും കൂടെ മൈൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തരുക ഇങ്ങനെ മൈൻ ചെയ്യണം. ഞാൻ ഇത് വേറെ ബ്ലോക്കാണ്, പേര് ഞാൻ മറന്നുപോയി. ഗ്രാനൈറ്റത് ഗ്രാനൈറ്റില്ല, നിങ്ങൾ ഓർത്തുന്നോ? ഇത് കറക്റ്റ് ഓർമ്മട്ടില്ല ഈ ബ്ലോക്കിൻ്റെ പേര്. ഇവിടെ വെള്ളമാണല്ലോ, ഇവിടെ വെള്ളമാണ് ഗൈസ്. ഇവിടെ നമുക്ക് മൂടിയേക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൈൻ ചെയ്യാം. അതൊക്കെ ഈ സാധനമാണ് കേട്ടോ. നോക്കണം, അങ്ങോട്ട് ആ വലിയ ക്യാബാണ് ഗൈസ്. ക്യാബാണ്. നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ചു നോക്കാം. ഞാൻ നോക്കണം നിങ്ങളത് ഇതാക്കിക്കൊണ്ട് കേട്ടോ. നോക്കണം ഇവിടെ ഒന്നും അയാളും അതൊന്നും ഒന്നുമില്ല. പക്ഷെ മറുള്ള കോളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോ കോള് ഞാൻ കൊടുത്തേക്കാം. ഒരു കോളുള്ളൂ, കോളുണ്ട്. അയാളെ നമുക്ക് സാധാരണ നിറച്ച് കിട്ടുന്ന സാധനമാണ്. ഇതിപ്പോൾ ഒന്നും കൂടി കിട്ടില്ല. അങ്ങനെ പോലെ നമ്മൾ പുതിയ വേൾഡ് അങ്ങനത്തെ അങ്ങോട്ട് കയറണം. ചോറ് പൊട്ടിച്ചാണ്ട് അങ്ങോട്ട് കയറാം. ഇതൊക്കെ പൊളിച്ചോണ്ടിരിക്കുക. നമുക്ക് ഇനി അതൊക്കെ അങ്ങോട്ട് പൊളിച്ചോണ്ട് നോക്കാനുണ്ട്. ഇവിടെ നോക്കാം പ്ലീസ്. ഇവിടെ ഒരു ക്യാബ് തന്നെ ഉണ്ട് കേട്ടോ. ഓ നമ്മൾ ക്യാബിലെത്തി. നമുക്ക് ഈ ക്യാബ് കൂടെ അങ്ങനെ പോകാം. ക്യാബല്ല, ഇത് കുറച്ചുള്ളൂ. ഇത് മണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അവിടെ അടിച്ചേക്കാം. എന്തായാലും നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് ഇങ്ങനെ കുഴിച്ച് പോയി നോക്കാം. അവിടെ മണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്യാബിലെത്തി. ഇത് നേരത്തെ ക്യാബ് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ്. അതെ നേരത്തെ ക്യാബ് തന്നെയാണ്. ഉണ്ടല്ലേ, നേരത്തെ ക്യാബിനാണ് ഗൈസ്. കുറച്ച് കോപ്പറൊക്കെ ഉണ്ട്. കോപ്പർ കൊണ്ടൊന്നും ഒരു ആവശ്യമില്ല, നമുക്കറിയില്ലേ. നോക്കണത് നേരത്തെ ക്യാബ് തന്നെയാണ്. പോയി നമുക്ക് ഇങ്ങോട്ട് ഇതാക്കാൻ മറ്റേ
സാപ്പി ലഭിച്ച് അങ്ങോട്ട് കാണുന്നതാണല്ലേ, അതാണിത്. എന്തായാലും ഇതാണ് സാധനം. നമുക്ക് ഇത് അങ്ങോട്ട് ഞാൻ നോക്കണം വന്ന കോർഡിനേറ്റ് നോക്കിയിട്ടോ. നോക്കണം -62 51 13 നമുക്ക് കുറച്ചും കൂടി താഴ്ത്തു പോവുകയാണെങ്കിൽ ഡയമണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ -62 വരികയാണ്. അത് ഇങ്ങോട്ട് വരുമ്പോൾ 40 47 അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ഇങ്ങനെ ഗൈസ് ഇവിടുന്ന് നമുക്ക് എന്തായാലും ഉറങ്ങാം. അതിന് മുമ്പ് എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.